നമസ്കാരം, എല്ലാവർക്കും സതൻ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് സതൻ മെനുവിൽ ഞാനൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം. വളരെ ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സതൻ മെനു കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ 4 മണി പലഹാരം, അതായത് നമ്മുടെ ആട്ട ലഡു, ഞാൻ പേര് പറയാൻ വിട്ടു അല്ലേ, ആട്ട ലഡുവാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആട്ട വേണം, അതേപോലെ തന്നെ കുറച്ചും കൂടെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് കടലപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കടലപ്പൊടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം അതിന് നല്ല പച്ച മണം ഉണ്ടാവില്ലേ, ഒരു പച്ച ടേസ്റ്റ് കാണും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സ്പൂണ് നെയ്യ് ഒരു പാനിൽ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യിലേക്ക് നമുക്ക് കടലപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് കടലപ്പൊടിയാണ്. അത് ഞാനൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി കടലപ്പൊടി നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യണം. ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം, ഇത് നിങ്ങൾ എത്രത്തോളം ഫ്രൈ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ലഡുവിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇത് ശരിക്കും നമ്മൾ ഫ്രൈ ചെയ്യാതെ നമ്മൾ ലഡു ഉണ്ടാക്കുകയാണെങ്കിൽ ആ ലഡുവിന് ഒരു പച്ച ടേസ്റ്റ് കാണും. നമുക്ക് കഴിക്കാൻ തോന്നില്ല, ഒരുമാതിരി ഒരു മടുപ്പ് വരുന്ന പോലെ തോന്നും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിൻ്റെ ആ ഒരു പച്ച മണം അല്ലെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഫ്രൈ ചെയ്യാം. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഈ കടലപ്പൊടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നന്നായിട്ട് കടലൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കൊരു സ്മെല്ല് വരില്ലേ, നല്ലൊരു നട്ട്സ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരില്ലേ, ആ സ്മെല്ല് വരുന്നത് വരെ നമ്മൾ കടലപ്പൊടി ഫ്രൈ ചെയ്യണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു കളർ വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഉടച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. നമുക്ക് എല്ലാം കൂടെ ഉടച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം പറ്റാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതേ പാനിലേക്ക് നമുക്കിനി ആട്ടയൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ കടലപ്പൊടി 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ആട്ട നമുക്ക് 1 കപ്പ് വേണം. കടലപ്പൊടിയുടെ ഇരട്ടി വേണം ആട്ട എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. നമ്മൾ കടലപ്പൊടി വറുക്കുന്ന സമയത്ത് 1 സ്പൂണ് നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഈ നെയ്യുടെ അളവെന്ന് പറയുന്നത്, ഇതുവരെ ഞാനൊരു 1/4 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ടാവും. നമുക്ക് ആകെ 1/2 കപ്പ് നെയ്യ് വേണം. അതിൽ 1/4 കപ്പ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തിട്ടിടാം. ഞാനതൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നെയ്യിൽ നമ്മൾ പ്രത്യേകം ചൂടാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് തന്നെ വറുത്തിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഈ നെയ്യിലേക്ക് ഞാൻ 1 കപ്പ് ആട്ട ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കടലപ്പൊടി വറുത്ത് അതേപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കരിഞ്ഞു പോവാതെ സൂക്ഷിക്കാം. ഈ ആട്ടയുടെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവും ഇതുപോലെ. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മെയിനായിട്ട് അതിൻ്റെ ഒരു പച്ചമണം അല്ലെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ആട്ടയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിനും കട്ടകളൊക്കെ കാണും. അപ്പോൾ മാക്സിമം ഉടച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വീണ്ടും നമുക്കിതൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വലിയ കട്ടകളുണ്ടെങ്കിൽ തവി വെച്ചിട്ട് ഉടച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ഇത് ഒരുമാതിരി ക്രിസ്പി ആയിട്ട് വരും ആ കട്ടയൊക്കെ തണുത്ത് വരുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ അതേ പാനിലേക്ക് തന്നെ ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ശർക്കരയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര എടുക്കാം കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര എടുക്കാം. അപ്പോൾ ഞാൻ ശർക്കര 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ എടുക്കാം, മധുരത്തിനനുസരിച്ചിട്ട്. അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയതിൽ കുറച്ച് മധുരം കുറവായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അധികം മധുരം വേണ്ട. അപ്പം നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞുതരാം എവിടെ നിങ്ങൾക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ആ സ്റ്റേജ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ശർക്കര ഒഴിച്ചിട്ട് അതിനകത്തേക്കൊരു 2 സ്പൂണ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതൊന്ന് പാനിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയിൽ അഴുക്ക് കുറവാണ്. ഞാനിത് ചീകി എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചായിരുന്നു, അഴുക്കൊക്കെ കുറവാണ്. അപ്പം നിങ്ങൾ അഴുക്കുള്ള ശർക്കരയാണെന്ന് തോന്നുവാണെങ്കിൽ ഇത് പാനിയാക്കിയിട്ടൊന്ന് അരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയാക്കിയിട്ട്
ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഏലക്കായ ചേർക്കാം. ഞാനിവിടെ 3 ഏലക്കായ ചതച്ചിട്ട് ചേർക്കുവാണ്. നിങ്ങൾക്ക് ഏലക്കായയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതൊന്ന് തിളപ്പിക്കാം. ഇതിനകത്തേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു മതി, അധികം ആവരുത്, അല്ലെങ്കിൽ ഉപ്പ് ടേസ്റ്റ് വരും. ചില ശർക്കരയിലൊക്കെ ഉപ്പ് എന്താണ് ചെറുതായിട്ടൊരു ഉപ്പ് ടേസ്റ്റ് കാണും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളൊന്ന് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് കല്ലുപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിയുപ്പാണെങ്കിൽ പിന്നീട് ചേർത്താലും മതിയാവും. നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കും, ആ സമയത്ത് ചേർത്താലും മതിയാവും. ഏലക്കായ ആണെങ്കിലും ഉപ്പാണെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ശർക്കരയൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടലപ്പൊടിയും ആട്ടപ്പൊടിയും കൂടെ ചേർക്കും. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശർക്കരയുടെ പാനി എല്ലായിടത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ പഞ്ചസാരയാണ് ഇത് എടുക്കുന്നതെങ്കിൽ പഞ്ചസാര ഒരു സിറപ്പാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു സിറപ്പ് പോലെ ആക്കിയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ചെറുതായിട്ട് ചൂടാറിയ സമയത്ത് അപ്പം തന്നെ കൈകൊണ്ട് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളിത് നന്നായിട്ട് തവി വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നോക്കിക്കേ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഇതാ നോക്കിക്കേ, നമ്മുടെ കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഇതിനകത്ത് നനവില്ല, പക്ഷെ അത്യാവശ്യം ഈർപ്പം അതിനകത്തുണ്ട്. പക്ഷേ ഇനി നമ്മൾ ഇതിനൊന്ന് ചൂടാറാൻ വെച്ചിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇതിനകത്തുള്ള കട്ടയൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അത് കഴിക്കാനും നല്ല ടേസ്റ്റ് കാണും. അപ്പോൾ ഇതുപോലെ കട്ടയോടെ ഇരിക്കുവാണെങ്കിൽ ലഡു കഴിക്കാനൊരു ടേസ്റ്റ് കാണില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കഴിക്കാനുണ്ടാവും. പക്ഷെ നന്നായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ടിപ്പെന്നല്ല, ഒരു എളുപ്പ വഴിയാണ്. അപ്പോൾ നിങ്ങൾ ശർക്കര പാനി ഉണ്ടാക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ അപ്പം തന്നെ എല്ലാം കൂടെ നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടോടുകൂടി തന്നെ നിങ്ങൾക്ക് ലഡു ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കൈ സെൻസിറ്റീവാണ്, എനിക്ക് ആ ഒരു രീതിയിൽ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് മുഴുവനായിട്ടും ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റുമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട്, ഇത് തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്, കുറച്ചും കൂടെ സേഫാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചൂടൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കൈ കുറച്ച് സെൻസിറ്റീവാണ്, എനിക്ക് ചൂടധികം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഈ രീതി ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട്. നമ്മൾ കുറേ നേരം ഒന്ന് കറക്കിയെടുക്കരുത് കേട്ടോ, കാരണം ഇതിനകത്ത് ഈർപ്പമുണ്ട്. അപ്പോൾ മിക്സിയുടെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിർത്തിയിട്ട് വേണം നിങ്ങളിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല, കാരണം പെട്ടെന്ന് അത് പൊടിഞ്ഞു പോകും. നമ്മൾ ഉരുട്ടാൻ പറ്റുമെങ്കിലും പക്ഷെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതല്ല അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് പാലൊഴിച്ചിട്ട് ഉരുട്ടിയെടുക്കാം. പക്ഷെ പാലൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ അപ്പോൾ ശർക്കര ഞാൻ പറഞ്ഞു, ശർക്കര പാനി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ പാനി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്, അങ്ങനെ ഉരുട്ടിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ നെയ്യ് ഒഴിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെയ്യ് ഒഴിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, പെട്ടെന്ന് കേടായി പോവില്ല. പക്ഷെ പാലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടാവും. ഒരു 2 ദിവസത്തിനുള്ളിൽ നിങ്ങളത് കഴിച്ചിട്ട് തീർക്കണം. അതേപോലെ തന്നെ ശർക്കരയാണെങ്കിലും കുറച്ച് നാളത്തേക്ക് നിൽക്കും. ഇനി നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഞാൻ ഏകദേശം 2 സ്പൂൺ നെയ്യ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മതിയാവും, ഓൾറെഡി അതിനകത്ത് ഈർപ്പമുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, അതിന് ശേഷം ഉരുട്ടിയെടുക്കാം. അപ്പോൾ അത് നോക്കിക്കാൻ നമ്മൾ ലഡുവൊക്കെ ഉരുട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത്രയും എടുത്ത അളവിൽ എനിക്ക് ഇത്രയും ലഡു കിട്ടിയിട്ടുണ്ട്, ആട്ട ലഡു കിട്ടിയിട്ടുണ്ട്. വലിപ്പമുള്ള ആട്ട ലഡുവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ആട്ട ലഡു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആട്ട ലഡു ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്, താഴെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.